എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 49-ാം ദിവസമായ ഇന്ന് ഉത്തരകാണ്ഡത്തിലെ 6-ാമത്തെ സർഗമാണ് പാരായണം ചെയ്യുന്നത്. ലവണവധം, കുശലവന്മാരോടൊത്ത് യജ്ഞസ്ഥലത്തേക്ക് വാൽമീകിയുടെ വരവ് എന്നിവയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം ഷഷ്ഠ സർഗഃ. ലവണവധം, കുശലവന്മാരോടൊത്ത് യജ്ഞസ്ഥലത്തേക്ക് വാൽമീകിയുടെ വരവ്. ശ്രീ മഹാദേവ ഉവാച ഏകദാ മുനയഃ സർവേ യമുനാ തീരവാസിനഃ ആജഗ്മുരാഘവം ദ്രഷ്ടും ഭയാൽ ലവണരാക്ഷസഃ. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, ലവണാസുരനെ ഭയന്ന യമുനാതീരവാസികളായ മുനിമാർ എല്ലാവരും ചേർന്ന് ഒരിക്കൽ ശ്രീരാമ ദർശനത്തിന് എത്തിച്ചേർന്നു. കൃത്വാഗ്രേതു മുനിശ്രേഷ്ഠം ഭാർഗവം ചവനം ദ്വിജാ അസംഖ്യതാ സമായാതാ രാമാത് അഭയകാംക്ഷിണഃ. ഭൃഗുപുത്രനും മുനിശ്രേഷ്ഠനുമായ ചവനന്റെ നേതൃത്വത്തിലാണ് രാമനിൽ നിന്ന് അഭയം കാംക്ഷിച്ച എണ്ണമറ്റ മുനിമാർ വന്നെത്തിയത്. താൻ പൂജയിത്വാ പരയ ഭക്ത്യാ രഘുകുലോത്തമ ഉവാച മധുരം വാക്യം ഹർഷയൻ മുനിമണ്ഡലം. കരവാണി മുനിശ്രേഷ്ഠാ കിമാഗമന കാരണം ധന്യോസ്മി യദീയൂയം മാം പ്രീത്യാ ദ്രഷ്ടുമിഹാഗത. നിറഞ്ഞ ഭക്തിയോടെ അവരെ പൂജിച്ച് മുനിമണ്ഡലത്തിലെ സന്തോഷിപ്പിച്ചിട്ട് രഘുവരൻ മധുരമായ വാക്കുകളാൽ അന്വേഷിച്ചു, അല്ലയോ മുനിമാരെ, നിങ്ങൾ വന്നതിൻ്റെ കാരണം എന്താണ്? എന്തായാലും ഞാൻ നിറവേറ്റിത്തരാം. ഭഗവാന്മാർ പ്രീതിപൂർവം എന്നെ സന്ദർശിക്കാനാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ ഞാൻ ധന്യൻ തന്നെ. ദുഷ്കരം ചാപിയത് കാര്യം ഭവതാം തത്കരോമ്യഹം ആജ്ഞാപയന്തു മാം ഭൃത്യം ബ്രാഹ്മണാ ദൈവതം ഹിമേ. ഭഗവാന്മാരുടെ കാര്യം എത്ര ദുഷ്കരമായാലും ഞാൻ നിർവഹിക്കാം. ഭൃത്യനായ എന്നോട് ആജ്ഞാപിച്ചാലും. എന്തെന്നാൽ എനിക്ക് ബ്രാഹ്മണർ ദൈവതങ്ങളത്രേ. തച്ഛ്രുത്വാ സഹസാ ഹൃഷ്ടച്യവനോ വാക്യമബ്രവീത് മധുനാമാ മഹാദൈത്യ പുരാ കൃതയുഗേ പ്രഭോ ആസീത് അതീവ ധർമാത്മാ ദേവബ്രാഹ്മണ പൂജക തസ്യ തുഷ്ടോ മഹാദേവോ ദദൗ ശൂലമനുത്തമം. രാമന്റെ വാക്കുകൾ കേട്ട് അതീവ സന്തുഷ്ടനായ ചവനമുനി അറിയിച്ചു, അല്ലയോ ശ്രീരാമ, പണ്ട് കൃതയുഗത്തിൽ മധു എന്നു പേരായി ഒരു മഹാദൈത്യൻ ഉണ്ടായിരുന്നു. അതീവ ധർമ്മിഷ്ഠനും ദേവന്മാരെയും വിപ്രരെയും പൂജിക്കുന്നവനുമായ അവനിൽ സന്തുഷ്ടനായ മഹാദേവൻ അവന് അത്യുത്തമമായ ഒരു ത്രിശൂലം നൽകി. പ്രാഹചാനേയം ഹംസി സതുഭസ്മീ ഭവിഷ്യതി രാവണസ്യാനുജാ ഭാര്യ തസ്യ കുംഭീനസീ ശ്രുതാ
തുടർന്ന് ശിവൻ പറഞ്ഞു, ഇത് നീ ആർക്കെതിരെ പ്രയോഗിക്കുമോ അവൻ ചാമ്പലായിപ്പോകും. രാവണന്റെ ഇളയ സഹോദരി കുംഭീനസിയായിരുന്നു അവന്റെ ഭാര്യ എന്ന് കേൾക്കുന്നു. തസ്യാം ദുലഭണോ നാമ രാക്ഷസോ ഭീമവിക്രമ ആസീദ് ദുരാത്മാ ദുർദർശോ ദേവബ്രാഹ്മണ ഹിംസക പീഡിതാസ്തേന രാജേന്ദ്ര വയം ത്വാം ശരണം ഗതാഃ തച്ഛ്രുത്വാ രാഘവോപ്യാഹ മാ ഭീർവോ മുനിപുംഗവാഃ. അവളുടെ മകനാണ് മഹാപരാക്രമിയായ ലവണൻ എന്നു പേരായ അസുരൻ. അവൻ ദുഷ്ടനും ധിക്കാരിയും ദേവബ്രാഹ്മണരെ ഹിംസിക്കുന്നവനുമാകുന്നു. അല്ലയോ രാജേന്ദ്ര, അവനാൽ പീഡിതരായ ഞങ്ങൾ നിന്നെ ശരണം പ്രാപിക്കുകയാണ്. അത് കേട്ട് രാഘവൻ പറഞ്ഞു, മുനിവരന്മാരെ, നിങ്ങൾക്ക് ഭയമേ വേണ്ട. ലവണം നാശയിഷ്യാമി ഗച്ഛന്തു വിഗതജ്വരാഃ ഇത്യുക്ത്വാ പ്രാഹരാമോപി ഭ്രാതൃൻ കോ വാഹനിഷ്യതി. ലവണം രാക്ഷസം ദദ്യാത് ബ്രാഹ്മണേഭ്യോ ഭയം മഹത് തച്ഛ്രുത്വാ പ്രാഞ്ജലി പ്രാഹ ഭരതോ രാഘവായ വൈ. ലവണനെ ഞാൻ നശിപ്പിച്ചുകൊള്ളാം, ഭവാന്മാർ അല്ലലെന്നെ പോയാലും. ഇത്രയും പറഞ്ഞതിന് ശേഷം ശ്രീരാമൻ സഹോദരന്മാരോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ലവണാസുരനെ കൊല്ലാൻ മുന്നോട്ട് പോവുക? വിപ്രർക്ക് മഹത്തായ അഭയം ആര് നൽകും? ചോദ്യം കേട്ട് കൈകൂപ്പിക്കൊണ്ട് ഭരതൻ രാമനെ അറിയിച്ചു, അഹമേവ ഹനിഷ്യാമി ദേവാജ്ഞാപയ മാം പ്രഭോ. തതോ രാമം നമസ്കൃത്യ ശത്രുഘ്നോ വാക്യമബ്രവീത്. ലക്ഷ്മണേന മഹത്കാര്യം കൃതം രാഘവ സംയുഗേ നന്ദിഗ്രാമേ മഹാബുദ്ധിർ ഭരതോ ദുഃഖമന്വഭൂത്. ഞാൻ തന്നെ അവനെ കൊല്ലാം, ഭഗവൻ എനിക്ക് അനുജ്ഞ നൽകിയാലും. പിന്നെ ശത്രുഘ്നൻ രാമനെ നോക്കി വണങ്ങി ഇങ്ങനെ ഉണർത്തിച്ചു, അല്ലയോ രാഘവ, ലക്ഷ്മണൻ മഹത്തായ കാര്യങ്ങളാണ് യുദ്ധത്തിൽ നിറവേറ്റിയത്. മഹാമതിയായ ഭരതൻ നന്ദിഗ്രാമത്തിൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചാണ് വസിച്ചത്. അതുകൊണ്ട് അഹമേവ ഗമിഷ്യാമി ലവണസ്യ വധായ ച ത്വത്പ്രസാദാദ് രഘുശ്രേഷ്ഠ ഹന്യാം തം രാക്ഷസം യുധി. ലവണാസുരനെ വകവരുത്താൻ ഞാൻ തന്നെ പോകാം. അല്ലയോ രഘുവര, നിന്റെ തിരുകൃപയാൽ ആ രാക്ഷസനെ യുദ്ധത്തിൽ ഞാൻ കൊല്ലാം. തച്ഛ്രുത്വാ സ്വാംഗമാരോപ്യ ശത്രുഘ്നം ശത്രുസൂദന പ്രാഹാദ്യൈവാഭിഷേഷ്യാമി മധുരാ രാജ്യകാരണാത്. ആനായേശ സ്വസംഭാരാൻ ലക്ഷ്മണേനാഭിഷേചനെ അനിച്ഛന്തമിസ്നേഹാത് അഭിഷേകം അകാരയത്. ദത്വാ തസ്മൈ ശരം ദിവ്യം രാമശത്രുഘ്നമബ്രവീത്. അനേന ജഹിബാണേന ലവണം ലോകകണ്ഠകം. അത് കേട്ട് ശത്രുഘ്നെ മടിയിലിരുത്തി ശത്രുതമനായ രാമൻ പറഞ്ഞു, ഇന്ന് തന്നെ മധുരാരാജ്യത്തിൻ്റെ അധിപനായി നിന്നെ ഞാൻ വാഴിക്കുന്നു. ലക്ഷ്മണനെ കൊണ്ട് അഭിഷേകത്തിനുള്ള ഉത്തമ സാമഗ്രികളെല്ലാം വരുത്തിച്ച് ശത്രുഘ്നന് താല്പര്യമില്ലായിരുന്നെങ്കിലും രാമൻ സ്നേഹപൂർവം അവനെ മധുരാരാജ്യത്തിൻ്റെ രാജാവായി വാഴിച്ചു. അവന് ദിവ്യാസ്ത്രം നൽകി. രാമൻ ശത്രുഘ്നോട് പറഞ്ഞു, ലോക ഉപദ്രവിയായ ലവണനെ ഈ ബാണം കൊണ്ട് നീ കൊല്ലുക. സതു സമ്പൂജ്യശൂലം ഗേഹേ ഗച്ഛതി കാനനം ഭക്ഷണാർത്ഥം ദുജന്തൂനാം നാനാ പ്രാണിവധായ ച. സതു നായാതി സദനം യാവത് വനചരോ ഭവേത് താവദേവ പുരദ്വാരി തിഷ്ഠത്വം ധൃതകാർമുകഃ. ലവണാസുരൻ പരമശിവൻ നൽകിയ ശൂലം വീട്ടിൽ പൂജിച്ചു വെച്ചതിന് ശേഷമാണ് പല ജന്തുക്കളെ കൊല്ലാനും അവയെ തിന്നാനും കാട്ടിലേക്ക് കടക്കുക. അവൻ വീട്ടിലെത്താതെ കാട്ടിൽ ചുറ്റി നടക്കുവോളം നീ വില്ലുമേന്തി നഗരവാതിൽക്കൽ നിലകൊള്ളണം. യോത്സ്യതേ സത്വയാ ക്രുദ്ധസ്തദാവധ്യോ ഭവിഷ്യതി തം ഹത്വാ ലവണം ക്രൂരം തദ്വനം മധുസംജ്ഞിതം നിവേശ നഗരം തത്ര തിഷ്ഠത്വം മേ അനുശാസനാത്. അശ്വാനാം പഞ്ചസാഹസ്രം രഥാനാം ച തദർത്ഥകം ഗജാനാം ഷഷ്ഠശതാനീഹ പത്തീനാം അയുധത്രയം
ആഗമിഷ്യതി പശ്ചാത്വം അഗ്രേ സാധയ രാക്ഷസം. ക്രുദ്ധനായ അവൻ നിന്നോട് ഏറ്റുമുട്ടും. അപ്പോൾ നിന്നാൽ അവൻ കൊല്ലപ്പെടും. ആ ക്രൂരനായ ലവണനെ സംഹരിച്ച് മധുവനമെന്ന വനത്തിൽ നഗരം സ്ഥാപിച്ച് എൻ്റെ കൽപ്പനപ്രകാരം നീ അവിടെ വസിച്ചുകൊള്ളുക. ആദ്യം രാക്ഷസനെ വകവരുത്തുക. കുതിരകൾ 5000, തേരുകൾ അതിൽ പാതി, ആനകൾ 600, കാലാൾപ്പട 30,000 ഇവ പിന്നാലെ വന്നുകൊള്ളും. ഇത്യുക്ത്വാ മൂർധ്യവക്രായ പ്രേഷയാമാസ രാഘവ ശത്രുഘ്നം മുനിഭിः സാർദ്ധം ആശീർഭിർ അഭിനന്ദ്യജ. ഇത്രയും പറഞ്ഞ് രാഘവൻ ശത്രുഘ്നനെ ആശിസ്സുകളാൽ അഭിനന്ദിച്ച് ചുംബിച്ച് മുനിമാരുടെ കൂടെ യാത്രയാക്കി. ശത്രുഘ്നോപി തഥാ ചക്രേ യഥാ രാമേണ ചോദിത ഹത്വാ മധുസുതം യുദ്ധേ മധുരാം അകരോത്പുരീം സ്ഫീതാം ജനപദാം ചക്രേ മധുരാം ദാനമാനദഃ സീതാവി സുഷുവേ പുത്രൗ ദൗ വാൽമീകേർ അഥാശ്രമേ. രാമൻ ആജ്ഞാപിച്ചതുപോലെ തന്നെ ശത്രുഘ്നൻ മധുപുത്രനായ ലവണനെ യുദ്ധത്തിൽ കൊന്ന് മധുരാപുരി സ്ഥാപിച്ചു. ദാനമാനങ്ങളാൽ ജനങ്ങളെ സന്തോഷിപ്പിച്ച് മധുരയെ സമൃദ്ധമായ ഒരു നഗരിയാക്കി തീർത്തു. യഥാകാലം വാൽമീകിയുടെ ആശ്രമത്തിൽ സീത 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. മുനിസ്തയോർനാമചക്രേ കുശോ ജ്യേഷ്ഠോ അനുജോലവ ക്രമേണ വിദ്യാസമ്പന്നൗ സീതാപുത്രൗ ബഭൂവതു ഉപനീതൗ ച മുനിനാ വേദാധ്യായന തത്പരൗ കൃഷ്ണം രാമായണം പ്രാഹ കാവ്യം ബാലകയോർമുനി ശങ്കരേണ പുരാ പ്രോക്തം പാർവത്യൈ പുരഹാരിണ വേദോപ ബ്രഹ്മണാർത്ഥായ താവഗ്രാഹയത പ്രഭു. വാൽമീകി മുനി മൂത്ത കുട്ടിക്ക് കുശനെന്നും ഇളയയാൾക്ക് ലവൻ എന്നും പേര് നൽകി. ക്രമേണ സീതയുടെ മക്കൾ വിദ്യാസമ്പന്നരായി തീർന്നു. മുനിയാൽ ഉപനയനം ചെയ്യപ്പെട്ടതോടെ അവർ വേദാധ്യയനത്തിൽ മുഴുകി. ആ ബാലകന്മാർക്ക് മുനി രാമായണ കാവ്യം മുഴുവൻ ചൊല്ലിക്കൊടുത്തു. ത്രിപുരാന്തകനായ ശങ്കരൻ മുമ്പ് പാർവതിക്ക് ഉപദേശിച്ചതാണത്. വേദാർത്ഥങ്ങൾ വിപുലീകരിക്കാൻ മുനി അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. കുമാരൗ സ്വരസമ്പന്നൗ സുന്ദരാവശ്വിനാവിവ തന്ത്രീ താളസമായുക്തൗ ഗായന്തൗ ചേരദുർവനേ. അശ്വിനീകുമാരന്മാരെ പോലെ സുഭകരായ കുമാരന്മാർ വീണാനാദവും താളവും സമന്വയിപ്പിച്ച് സ്വരസഹിതം കാവ്യം പാടിക്കൊണ്ട് കാട്ടിൽ സഞ്ചരിച്ചു. തത്ര തത്ര മുനീനാം തൗ സമാജേ സുരരൂപിണൗ ഗായന്താ അഭിതോ ദൃഷ്ട്വാ വിസ്മിതാ മുനയോ ഭ്രുവൻ. ദേവകുമാരന്മാരെ പോലെ സുന്ദരരായ അവർ അവിടവിടെ മുനിമാരുടെ സമൂഹത്തിൽ പാടി നടന്നു. എങ്ങും അവരെ കണ്ട് വിസ്മയിച്ച മുനിമാർ പറഞ്ഞു, ഗന്ധർവേഷു കിന്നരേഷു ഭുവിവാ ദേവേഷു ദേവാലയേ പാതാളേഷു അഥവാ ചതുർമുഖഗൃഹേ ലോകേഷു സർവേഷു ച അസ്മാഭിച്ചിരജീവിച്ചിരതരാം ദൃഷ്ട്വാ ദിശഃ സർവദോ നാജ്ഞായീ ദൃശഗീതവാദ്യഗരിമാ നാദർശിനാ ശ്രാവിച. ചിരഞ്ജീവികളായ ഞങ്ങൾ സകല ദിശകളിലും നീണാൾ ദർശിച്ചവരാണ്. ഗന്ധർവന്മാരിലോ കിന്നരന്മാരിലോ ഭൂമിയിലോ ദേവന്മാരിലോ ദേവസ്ഥാനങ്ങളിലോ പാതാളലോകത്തിലോ ബ്രഹ്മലോകത്തിലോ സകല ഭുവനങ്ങളിലും തന്നെയോ ഞങ്ങൾ ഇതുപോലെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഏവം സ്തുവദ്ഭിരഖിലൈർമുനിഭിഃ പ്രതിവാസരം ആസാദേ സുഖമേകാന്തേ വാൽമീകേരാശ്രമേ ചിരം. അധ രാമേശ്വമേധാധീം ചകാര ബഹുദക്ഷിണാൻ യജ്ഞാൻ സ്വർണമയീം സീതാം വിധായ വിപുലദ്വിതി. പ്രതിദിനം ഇങ്ങനെ പ്രശംസ ചൊരിയുന്ന മുനിമാരോട് ചേർന്ന് അവർ വാൽമീകിയുടെ ഏകാന്തമായ ആശ്രമത്തിൽ വളരെ നാൾ സസുഖം വസിച്ചു. പരമതേജസ്വിയായ രാമൻ അനന്തരം സ്വർണം കൊണ്ട്
സീതയുടെ പ്രതിമ നിർമ്മിച്ച് ധാരാളം ദക്ഷിണകൾ നൽകി അശ്വമേധാദി യാഗങ്ങൾ അനുഷ്ഠിക്കുകയുണ്ടായി. തസ്മിൻ വിധാനേർഷയ സർവേ രാജർഷയസ്തഥാ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സമാജഗ്മുർ ദിദൃക്ഷവ. യജ്ഞം ദർശിക്കാൻ സകല രാജർഷികളും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരും ആ യാഗശാലയിൽ എത്തിച്ചേർന്നു. വാൽമീകീരവിസംഗൃഹ്യ ഗായന്തൗ തൗ കുശീലവൗ ജഗാമ ഋഷിവാടസ്യ സമീപം മുനിപുങ്കവ. തത്രൈകാന്തേ സ്ഥിതം ശാന്തം സമാധിവിരമേ മുനിം കുശ പപ്രച്ഛ വാൽമീകിം ജ്ഞാനശാസ്ത്രം കഥാന്തരേ. ഭഗവൻ ശ്രോതുമിച്ഛാമി സംക്ഷേപാത് ഭവതോ അഖിലം ദേഹിന സംസൃതിർബന്ധ കഥമുത്പദ്യതേ ദൃഢ. വാൽമീകി മഹർഷി ഗായകരായ കുശലവരെയും കൂട്ടി ഋഷിമാരുടെ ആശ്രമ സമീപം എത്തി. അവിടെ ഏകാന്തതയിലിരുന്ന ശാന്തനായ വാൽമീകി മുനിയോട് അദ്ദേഹത്തിൻ്റെ സമാധി സമാപിച്ചപ്പോൾ കഥാകഥനത്തിനിടയ്ക്ക് കുശൻ അധ്യാത്മശാസ്ത്രത്തെപ്പറ്റി ജിജ്ഞാസ പ്രകടിപ്പിച്ചു. അല്ലയോ ഭഗവൻ, അങ്ങയിൽ നിന്ന് സംക്ഷേപിച്ച് സകലതും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജീവാത്മാവിന് ദൃഢമായ സംസാരബന്ധം എങ്ങനെയാണ് ഉണ്ടാവുക? കഥം വിമുച്യതേ ദേഹി ദൃഢബന്ധാത് ഭവാഭിതാത് വക്തുമർഹസി സർവജ്ഞ മഹ്യം ശിഷ്യായതേ മുനേ. സംസാരമെന്ന കൊടുങ്കെട്ടിൽ നിന്ന് ജീവാത്മാവ് എങ്ങനെ മോചനം നേടും? എല്ലാം അറിയുന്നവനായ മഹർഷി, അവിടുത്തെ ശിഷ്യനായ എനിക്ക് ഈ തത്വം ഉപദേശിച്ചു തന്നാലും. വാൽമീകി ഉവാച ശൃണുവക്ഷ്യാമി തേ സർവം സംക്ഷേപാത് ബന്ധമോക്ഷയോഃ സ്വരൂപം സാധനം ചാപി മത്തശ്രുത്വാ യഥോദിതം തഥൈവ ആചരഭദ്രം തേ ജീവൻ മുക്തോ ഭവിഷ്യസി. ദേഹ ഏവ മഹാഗേഹം അദേഹസ്യ ചിദാത്മനഃ. ബന്ധമോക്ഷങ്ങളുടെ നിജസ്ഥിതിയും മോചനത്തിനുള്ള ഉപാധി ഇവയെല്ലാം ചുരുക്കി നിനക്ക് ഞാൻ പറഞ്ഞു തരാം. കേൾക്കൂ, അതുപോലെ തന്നെ പ്രവർത്തിക്കുക. നിനക്ക് മംഗളം വരും. നീ ജീവൻ മുക്തനാകും. ദേഹമില്ലാത്ത ചിദാത്മാവിന് ഈ ശരീരമാണ് മഹാഭവനം. തസ്യാഹങ്കാര ഏവാസ്മിൻ മന്ത്രീതേനൈവ കൽപ്പിത ദേഹഗേഹാഭിമാനം സ്വം സമാരോപ്യ ചിദാത്മനി തേന താദാത്മ്യമാപന്ന സ്വജേഷ്ഠിതമശേഷതഃ വിദദാതി ചിദാനന്ദേ തദ്വാസിതവപുസ്വയം തേന സങ്കൽപ്പിതോ ദേഹി സങ്കൽപ്പനിഗതാവൃത പുത്രദാരഗൃഹാദീനി സങ്കൽപ്പയതി ജാനിശം. ജീവാത്മാവ് തന്നെ കൽപ്പിച്ചുണ്ടാക്കിയ അഹംബോധമാണ് അതിൻ്റെ മന്ത്രി. തൻ്റെ ദേഹഗേഹാദികളിലുള്ള അഭിമാനം ചിദാത്മാവിൽ അത് ആരോപിക്കുന്നു. അതുമായി താദാത്മ്യം പ്രാപിച്ച് അതിൻ്റെ പ്രേരണയിൽ മുഴുകി അഹംഭാവനയിലാണ്ട ജീവാത്മാവ് സ്വചേഷ്ടിതങ്ങളെല്ലാം ആനന്ദരൂപമായ ആത്മാവിൽ അധ്യാരോപിക്കുകയാണ് ചെയ്യുന്നത്. അഹംബോധ പ്രേരിതനായ ജീവൻ സങ്കല്പമെന്ന ചങ്ങലയാൽ ചുറ്റപ്പെട്ട് എപ്പോഴും പുത്രൻ, ഭാര്യ, ഗൃഹം മുതലായ ചിന്തയിൽ മുഴുകുന്നു. സങ്കൽപ്പയൻ സ്വയം ദേഹി പരിശോചതി സർവദാ ത്രയസ്തസ്യാഹമോ ദേഹ അധമോ ഉത്തമമധ്യമ. പുത്രധാരാദി സങ്കല്പങ്ങളിൽ ലയിക്കുന്ന ജീവൻ എന്നും ദുഃഖിക്കുന്നു. അതിന് അഹംബുദ്ധി മൂലം 3 തരം ദേഹങ്ങൾ പേറേണ്ടതുണ്ട്: അധമം, ഉത്തമം, മധ്യമം എന്നിങ്ങനെ. തമ സത്വരജ സപ്ഞാജഗത കാരണം സ്ഥിതേ തമോരുപാധി സങ്കൽപ്പാൻ നിത്യം താമസചേഷ്ടയാ അത്യന്തം തമസോ ഭൂത്വാ കൃമികീടത്വമാപ്നുയാത് സത്വരൂപോ ഹി സങ്കൽപ്പോ ധർമ്മജ്ഞാനപരായണഃ അദൂരമോക്ഷസാമ്രാജ്യ സുഖരൂപോ ഹി തിഷ്ഠതി രജോരൂപോ ഹി സങ്കൽപ്പോ ലോകേ സ വ്യവഹാരവാൻ പരിതിഷ്ഠതി സംസാരേ പുത്രധാരാനുരഞ്ജിത ത്രിവിധം തു പരിത്യജ്യ രൂപം ഏതന്മഹാമതേ സങ്കൽപ്പം പരമാപ്നോതി പദമാത്മപരീക്ഷയെ
ദൃഷ്ടി സർവാപരിത്യജ്യ നിയമ്യ മനസാ മനാം സബാഹ്യാഭ്യന്തരാർത്ഥസ്യ സങ്കൽപ്പസ്യ ക്ഷയം കുരു യദി വർഷസഹസ്രാണി തവച്ഛരതി ദാരുണം പാതാളസ്തസ്യ ഭൂസ്ഥസ്യ സ്വർഗസ്തസ്യാപിതേ അനഘ നാന്യകച്ചിദുപായോസ്തി സങ്കൽപ്പോപശമാദൃതേ. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെ ആശ്രയിച്ചുള്ള 3 ദേഹങ്ങളാണ് ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണം. താമസികമായ സങ്കല്പത്താൽ നിത്യവും താമസിക കർമ്മങ്ങൾ ചെയ്താൽ ജീവൻ അത്യന്തം താമസികങ്ങളായ കൃമികീടങ്ങളായി പിറക്കും. സാത്വിക സങ്കല്പങ്ങൾ ഉള്ളവൻ ധർമ്മജ്ഞാനതൽപരനാകും. മോക്ഷ സാമ്രാജ്യത്തിനരികെ അവൻ സുഖമായി വസിക്കും. രാജസ സങ്കല്പക്കാരൻ ലോകവ്യവഹാര വിദഗ്ധനായി പുത്രകളത്രങ്ങളിൽ ലയിച്ച് ലോകത്തിൽ വാഴും. അല്ലയോ മഹാമതി, ഈ ത്രിവിധ സങ്കല്പങ്ങളും ഒഴിവാക്കുന്നവനാണ് മനഃചാഞ്ചല്യം തീരുമ്പോൾ പരമപദം പ്രാപിക്കുന്നത്. ബാഹ്യവീക്ഷണങ്ങളെല്ലാം ഒതുക്കി മനസ്സാൽ മനസ്സിനെ അടക്കി പുറമേയും അകമേയുമുള്ള വസ്തുസങ്കല്പനം ഇല്ലാതാക്കുക. അല്ലയോ വിശുദ്ധ, പാതാളത്തിലോ ഭൂമിയിലോ സ്വർഗത്തിലോ വസിച്ചുകൊണ്ട് 1000 വർഷം ഘോരമായ തപസ്സനുഷ്ഠിച്ചാലും സങ്കല്പശമനമല്ലാതെ മറ്റൊരു മാർഗവും നിനക്കില്ല എന്ന് മനസ്സിലാക്കണം. അനാബാധേ അവികാരേ സ്വേ സുഖേ പരമപാവനെ സങ്കല്പോപശമേ യജ്ഞം പൗരുഷേണ പരം കുരു. അല്ലലറ്റതും വികാരരഹിതവും നിജ ആനന്ദരൂപവും പരമപാവനവുമായ സങ്കല്പ ശമനസിദ്ധിക്കായി പൗരുഷത്തോടെ കഠിന യജ്ഞം ചെയ്യുക. സങ്കൽപ്പതന്തൗ നിഖിലാഭാവാ പ്രോദാഖിലാനഘ ചിന്നേതന്തൗ ന ജാനീമ ക്വയാന്തി വിഭവാപരാഹ. അല്ലയോ വിശുദ്ധാത്മാവേ, സങ്കല്പച്ചരടിൽ സകല ഭാവങ്ങളും കോർത്തിരിക്കുന്നു. ചരട് പൊട്ടുന്നതോടെ മികച്ച വിഭവങ്ങൾ എങ്ങോട്ടു പോകുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. നിസ്സങ്കൽപ്പോ യഥാ പ്രാപ്ത വ്യവഹാരപരോ ഭവ ക്ഷയേ സങ്കൽപ്പജാലസ്യ ജീവോ ബ്രഹ്മത്വാപ്നുയാത്. സങ്കല്പമില്ലാത്തവനും വന്നണയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധാലുവായും ഭവിക്കുക. സങ്കല്പജാലമില്ലാതാകുമ്പോൾ ജീവൻ ബ്രഹ്മത്വം പ്രാപിച്ചുകൊള്ളും. അധികതപരമാർത്ഥതാം ഉപേത്യ പ്രസഭമപാസ്യ വികൽപ്പജാലമുച്ചൈ അധികമയപദം തദ്ദ്വിതീയം വിദത സുഖായ സുഷുപ്ത ചിത്തവൃത്തി. തീവ്രയത്നം ചെയ്ത് വികൽപ്പജാലം ഒഴിവാക്കി പരമാർത്ഥജ്ഞാനം നേടുക. എന്നിട്ട് നിത്യാനന്ദം ലാക്കാക്കി ചിത്തവൃത്തികളെ നിരോധിക്കണം. അങ്ങനെ അദ്വിതീയമായ ആ പരമപദം പ്രാപിക്കുകയും ചെയ്യും. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ ഷഷ്ടസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.